ടിംബർ ലേക്കിലെ ഒരു ഹൗസാണ്. അവിടുത്തെ ക്രിസ്മസ് ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ഭയങ്കര സ്പെക്ടാക്കുലറായിട്ട് തോന്നി. ആ മരം തൊട്ട് കുറേ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണിക്കണതാണ്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇത് ഡെക്കറേഷൻ്റെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ കാണിക്കണേ. ഇത് മുകളിൽ റെയിൻഡിയറൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ മുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തുനിന്നുള്ള ഓവർവ്യൂ. ഇനി ഇത് ഓരോന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഈ ലൈറ്റിംഗ് ശ്രദ്ധിച്ചോ, ഇത് 2 ഹിപ്പോപ്പൊട്ടാമസാണ്. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസും കുഞ്ഞും വെള്ളത്തിൽ കുളിക്കണം. അത് ലൈറ്റിങ്ങിൽ ഇങ്ങനെ കാണിച്ചേക്കണേണ്. അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് മോഡലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ കാണിക്കാം. ഇത് എടുത്ത് കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് എല്ലാവരും ഇവിടെ വന്ന് എൻക്വയറി ചെയ്യണമാണ്. ഇതെന്താണെന്നും പറഞ്ഞിട്ട് എൻക്വയറി ചെയ്യണ ലൈറ്റിംഗ് ആണ് ഇത്, ഈ 2 എണ്ണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹിപ്പോപ്പൊട്ടാമസ് ലൈറ്റിംഗ്. പിന്നെ ഇവിടെ ഈ സൈഡിൽ കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് പോലത്തെ മോഡൽസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് പാമ്പിൻ്റെ വ്യാളി പോലത്തെ സ്നേക്ക് പോലത്തെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ വൈറ്റ് കാണുന്നത് സ്നോമാനാണ്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്നത് ഇത് റെയിൻഡിയറാണ് എന്ന് പറഞ്ഞാൽ മാൻ, മഞ്ഞിൽ പോകുന്ന മാൻ്റെ അതിൻ്റെ മോഡലാണ് വെച്ചേക്കുന്നത് ലൈറ്റിങ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ട്രെയിൻ പോലെ വെച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു ട്രെയിനാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്രൗൺ വെച്ചിട്ടുണ്ട്. ക്രൗണ്ടർ ലൈറ്റിങ്. പിന്നെ ആ കാണുന്നത് 2 ഡോഗാണ് ക്യാറ്റാണ്, ഡോഗ് പോലെ ഉണ്ട്. ഇത് ഈ 2 എണ്ണം ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ ഇത് ട്രെയിനാണ്. ഇത് കൂടുതലും പിള്ളേരെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പിള്ളേർക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഇങ്ങനത്തെ ഡെക്കറേഷൻസ്. ഇത് വണ്ടികളുടെയൊക്കെയാണ്. പിന്നെ ഇതൊരു പുൽക്കൂടിൻ്റെ മോഡലാണ്. എന്താ ഇതാണ് എൻട്രൻസിൽ തന്നെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് പുൽക്കൂട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. മറ്റേ ലൈറ്റിങ്ങിൻ്റെ വേറൊരു സൈഡാണ്. അപ്പോൾ ഇവിടെ ഈ അക്വാറ്റിക് മോഡൽസാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ലിസാർഡാണ്, ഈ പച്ച. പിന്നെ ഇത് ഫ്രോഗാണ്. ഇത് ഡക്കാണ്. ഇത് ഫിഷിൻ്റെ ലൈറ്റിംഗ് മോഡലാണ്. ഇവിടെ ഇത് മറ്റേ കൊക്ക് അതിൻ്റെ ഒരു മോഡലാണ് ലൈറ്റിംഗ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഒക്ടോപ്പസ്, അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. വൈറ്റ് കാണുന്ന ഒക്ടോപ്പസാണ്. പിന്നെ ഒരു
പാം ട്രീ വെച്ചിട്ടുണ്ട്. ഇത് തെങ്ങായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അതിൻ്റെ ലൈറ്റിങ് അത്. ഇത് പിങ്ക് കളറുള്ള ഒക്ടോപ്പസ് ആണ് ഈ കാണുന്നത്, പിങ്ക് കളർ ഒക്ടോപ്പസ്. പിന്നെ അതെല്ലാം ഓരോരോ ഫിഷിൻ്റെ മോഡൽസാണ്. പിന്നെ അത് ഈ കാണുന്നത് ഒരു വാട്ടർഫോളാണ്. വാട്ടർഫോളാണ് ഉദ്ദേശിക്കണമെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. ഈ നീല ലൈറ്റിങ് മോളിൽ നിന്ന് താഴോട്ടിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ വാട്ടർഫോൾ ലൈറ്റിംഗ് ആണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് നേരമാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഒരു സെക്ഷൻ ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. ഇതിവിടെ ഒരു മരത്തിൻ്റെ കീഴിലാണ്, അപ്പോൾ അടുത്താണ്. ഇവിടെ ഇതേ പെൻഗ്വിനൊക്കെ വെച്ചിട്ടുണ്ട്, പെൻഗ്വിൻ വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് പെൻഗ്വിനാണ് മെയിനായിട്ട് കാണുന്നത് ഈ ഭാഗത്ത്. ഇത് പോളാർ ബിയറാണ്. പിന്നെ അതായതൊരു ബിയർ, സാധാ ബിയറല്ല, ഡിയർ. ഇതൊക്കെയാണ് ഈ സൈഡിലുള്ള ലൈറ്റിങ്. പിന്നെ ഇവിടെ ഈ മതിലിലെ ലൈറ്റിങ് ഇതേപോലെയാണ്. ഇത് കാണുന്നത് സാന്തോസ് വർക്ക്ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ വീടിൻ്റെ മുകളിലത്തെ ഡെക്കറേഷൻ. സ്റ്റാർ ഒരു ഡിസൈൻ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഡിസൈനിൽ ലൈറ്റിങ് വന്നേക്കുന്നത്. സ്നോ ഫ്ലേക്കിൻ്റെ ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. ഇത് അടുത്ത സ്നോ ഫ്ലേക്ക്. ഇത് സ്നോ ഫ്ലേക്ക്. സെൻറ്ററിൽ ഒരു റീത്ത് പോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റൂഫ് ടോപ്പിൽ ഈ സൈഡിലെ ഡെക്കറേഷൻസ്. ഇതാണ് എൻട്രൻസ്. ഈ മെയിൻ ഡെക്കറേഷൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ഇതൊരു സ്റ്റാലിയൻ്റെ ലൈറ്റിംഗ് ആണ്. ഇത് നന്നായിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീയും ഒരു സ്നോമാനും. ഈ വൈറ്റ് കാണുന്ന സ്നോമാനാണ്. അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊരു മരമുണ്ട്. മരത്തിൻ്റെ ഡെക്കറേഷൻ നന്നായിട്ടുണ്ട്. എന്താ പിടിച്ചിരിക്കണത് അണ്ണാനാണ് തോന്നുന്നത്. അണ്ണാൻ്റെ ഡെക്കറേഷനായിട്ട് ബാക്കിൽ നിന്ന് തോന്നണം. ഇതാണ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സംഭവങ്ങളൊക്കെ. ഇത് ഹാങ് ചെയ്ത് കിടക്കണം. ഇത് ഫ്ലൈയിങ് പിഗ് എന്നാണ് പറയണത്. അപ്പോൾ അതെന്താ സിഗ്നിഫൈ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഡെക്കറേഷനാണ് ഈ ഹാങ് ചെയ്ത് കിടക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഏതായാലും അത് ഞാനൊരു കുറച്ച് നേരം കൂടി കാണിക്കാം. ഇതാണ് ഫ്ലൈയിങ് പിഗ്. ഇവിടെ ഒരു ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ
ആ വീടിൻ്റെ മുകളിൽ ഇത് 3 റെയിൻഡിയർ. ഇതാ ജിംഗിൾ ബേസ് സോങ്ങിൽ സാൻഡ 1 ഹോഴ്സ് ഓപ്പൺ സ്ലെഡ്ജിൽ പോണ കൺസെപ്റ്റാണ്. ഒരു സ്ലേ ഇതിൽ സാൻഡ പോകുന്നതാണ്. 3 റെയിൻഡിയർ വലിച്ചുകൊണ്ട് പോണത്. അതാണ് എൻ്റെ ആ ലൈറ്റിങ്ങിൻ്റെ കൺസെപ്റ്റ്. ഇത് കുറേ കോമിക് ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ലൈറ്റിംഗ് ആണ്. ഇത് ബാക്കിൽ മിക്കി മൗസ് ഒക്കെ ഉണ്ട്. ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ബാറ്റ്മാൻ പോലെ ഉണ്ട്. ബ്ലാക്ക് ബാറ്റ്മാനാണോ സ്കെൽട്ടൺ ആണെന്ന് പറഞ്ഞോടാ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻസ്. ആ വീടിൻ്റെ ആ സൈഡിൽ ആ ജനലിൻ്റെ അവിടുത്തെ ലൈറ്റിങ്ങാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കും. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ ലൈറ്റിങ്. ഇപ്പോൾ കണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്തെ ആ ജനലിലും കാണിക്കട്ടോ. ഇതും കൊള്ളാം. സൂം ചെയ്ത് കാണിക്കാം. ഇത് കുറച്ച് ദൂരെ നിന്ന് കാണിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഇവിടെ കുറച്ച് ഡെക്കറേഷൻസും കൂടി ഉണ്ട്. ഇതെല്ലാം ചെറിയ ആനിമൽസിൻ്റെ ഡെക്കറേഷന് കാണിച്ചേക്കുന്നത്. ഇത് അവിടെ ഒരു സാൻഡനെ വെച്ചിട്ടുണ്ട്. ഇത് ആ വീടിൻ്റെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് ലൈറ്റിംഗ് ഒന്ന് കാണിച്ചേക്കാം. കുറച്ച് നേരം കാണിച്ചേക്കാം. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്ത ഓണർ ഒരു ഹോർഡിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സീക്ക് ആൻഡ് ഫൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പിള്ളേർക്ക് ഒരു ഗെയിം പോലെ ഈ പറഞ്ഞേക്കുന്ന ഐറ്റംസ് എല്ലാം കണ്ടുപിടിക്കാനാണ് എൻ്റെ അകത്ത് എഴുതിയേക്കണം. അപ്പോൾ ഒന്ന് മങ്കി, ഫിഷിംഗ് ടർട്ടിൽ, സാൻഡ സർഫിംഗ്, കരോളിംഗ് മൈസ്, സ്ലെഡിങ് റെയിൻഡിയർ. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം പിള്ളേർക്ക് കണ്ടുപിടിക്കുക. ഒരു ട്രെയിൽ പോലെ. അതാണ് ഈ സീക്ക് ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പുൽക്കൂടിൻ്റെ ലൈറ്റിംഗ് ആണ്. ഇത് പുൽക്കൂട് ലൈറ്റിംഗ് വെച്ചിട്ട് ഒരു അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു മാലാകയുടെ ഇതിപ്പുറത്തുള്ളത് മാലാകയാണ്. മാലാകയുടെ ലൈറ്റിംഗ് ആണിത്. ഇതാണ് മാലാകയുടെ ലൈറ്റിംഗ്. ഇത് പുൽക്കൂടിൻ്റെ ലൈറ്റിംഗ്. അതും ലൈറ്റിംഗ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഔട്ടർ പറയുന്നതാണ്. അപ്പോൾ ഇത് ഈ ലൈറ്റിംഗ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടിംബർ ലേക്ക് റോഡിൻ്റെ അടുത്ത് പൗട്ട് ആൻഡ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റോഡുണ്ട്. അപ്പോൾ ആ ലോസിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ അവിടുത്തെ ലൈറ്റിംഗാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആൻ്റണി സെഡ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ വീടാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും കൂടിയാണ് അത് ചെയ്തേക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ 1,16,000 LED ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ലൈറ്റിംഗ്, ക്രിസ്മസ് ലൈറ്റിംഗ് അറ്റ് ആൻ്റണി സെഡ്ജീസ് ഹൗസ്.
അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോട്ട് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ.